തിരുവനന്തപുരം നഗരസഭയുടെ വിഴിഞ്ഞം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് ലോക ഭൂപടത്തിൽ അടയാളം നേടിയ ഒരു സ്ഥലമാണ് വിഴിഞ്ഞം. പക്ഷെ ഇവിടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥി ആരായാലും 3 രാഷ്ട്രീയ പാർട്ടികൾക്കും വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. എങ്കിലും ഇവിടെ നമുക്ക് ഒരു സ്വതന്ത്രനാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം എന്താണ് വിശേഷങ്ങൾ എന്നുള്ളത്. നമസ്കാരം. പേരെങ്ങനെ? പേര് എൻ എ റഷീദ്. ഓക്കെ. നേരത്തെ ജനപ്രതിനിധി ആയിരുന്നു. 2005-2010 പഞ്ചായത്ത് മെമ്പറായിരുന്നു. 15-20 നഗരസഭയുടെ കൗൺസിലറായിരുന്നു. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ? CPM. ഇപ്പോ തികച്ചും സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു. പാർട്ടി രാജിവെച്ചിട്ട് സ്വതന്ത്രനായിട്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ്? സീറ്റ് കിട്ടാത്തതുകൊണ്ടാണോ? താങ്കൾക്ക് അല്ല, പ്രസ്ഥാനത്തെ കുറ്റം പറയാൻ ഞാൻ ആരുമല്ല. ഓക്കെ. കാരണം അത് ഉന്നതമായ ഒരു പ്രസ്ഥാനമാണ്. അതിലെ ചില വ്യക്തികൾ കാണിക്കുന്ന വിവരക്കേടെന്ന് പറയാം. അത് തന്നെയാണ് ഇത്തരത്തിൽ എന്നെ പോലെ നൂറുകണക്കിന് ആൾക്കാർ പാർട്ടി വിട്ടു പോകുന്നത്. ലോക മലയാളി ജനത ഉറ്റുനോക്കുന്ന സ്ഥലമാണ് വിഴിഞ്ഞം. അതെ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇന്നിവിടെ വല്ലാത്തൊരവസ്ഥയിലാണ് നഗരസഭയുടെ ഭരണം നിൽക്കുന്നത്. അതെ. ഭരണകക്ഷിക്ക് ഒരാളെ കിട്ടിയാൽ എണ്ണം വർദ്ധിക്കാൻ, പ്രതിപക്ഷത്തിന് കിട്ടിയാൽ മറ്റു രീതിയിലാവും. അപ്പൊ താങ്കൾ വിജയിച്ചു വന്നാൽ ഇവരിൽ ആർക്കെങ്കിലും പിന്തുണ കൊടുക്കാൻ സാധ്യത? അങ്ങനെയില്ല. കാരണം ഒരു കാരണവശാലും LDF-ഉം UDF-ഉം ഒരുമിക്കില്ല. BJP ഇപ്പോൾ ഭരിക്കുന്നു. ഒരു സ്വതന്ത്രൻ ഈ വാർഡിൽ നിന്ന് ജയിച്ചു വന്നു കഴിഞ്ഞാൽ എണ്ണമറ്റ വികസന പ്രവർത്തനങ്ങൾ എനിക്ക് അവരിൽ നിന്ന് വാങ്ങി നടത്താൻ പറ്റും. അത് ഈ നാട്ടിൽ നിരവധി വികസനം ഞാൻ നടത്തിയിട്ടുള്ളത് എനിക്കറിയാം. നടക്കാൻ പ്രയാസകരമായ വഴി ശരിയായി കൊടുത്തു. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് നൂറുകണക്കിന് വീട് കൊടുത്തു. ഭവനരഹിതരായവർക്ക് അംഗൻവാടികൾ, നിരവധി പുതിയ അംഗൻവാടി, 4 പുതിയ കെട്ടിടം വെച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട അയ്യങ്കാളിയുടെ പേരിൽ ഒരു സാംസ്കാരിക നിലയം പണിതു. എണ്ണമറ്റ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരാളാണ് ഞാൻ. 5 വർഷക്കാലം താങ്കൾ എന്താണ് ഈ വാർഡിന് വേണ്ടിയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വികസനം ഒന്നും എത്തിയിട്ടില്ല. ഞാൻ നടത്തിയ വികസനങ്ങൾ കഴിഞ്ഞാൽ ഇവിടെ ഒരു വികസനം വന്നിട്ടില്ലെന്ന് പറയാം. അതാണ് ശരി. കാരണം ഇനി നിരവധി വികസനങ്ങൾ നടത്താൻ തന്നെ ഉണ്ട്. കാരണം മത്സ്യത്തൊഴിലാളി ഭാഗത്താണ് അനേകം വികസനങ്ങൾ നടത്താനുള്ളത്. കാരണം അവരുടെ പട്ടയം പോലുള്ള വിഷയങ്ങൾ, അവരുടെ കിടപ്പാടം, കാരണം ഈ പള്ളിത്തുറ ഭാഗത്തൊക്കെ എത്തിയാൽ വളരെ ദയനീയമാണ്. അത് സർക്കാരിൻ്റെ കൂടെ സഹായം കൂടെ വേണ്ടി വരും. അങ്ങനെ വന്നാൽ ഒരുപാട് കാര്യങ്ങൾ ഈ വാർഡിന് ചെയ്യാൻ പറ്റും. ഇതിന് പുതിയ ഒരു പ്രോജക്റ്റുകൾ മനസ്സിനകത്ത് കാണുന്നു. എനിക്ക് ഇന്നൊരു ആശയം നിലനിർത്തിയ എന്റെ മനസ്സിലൊരു ആശയം ഉള്ളതെന്ന് പറഞ്ഞാൽ ഭവനരഹിതരായിട്ടുള്ളവരും പൊട്ടിപ്പൊളിഞ്ഞ വീടുള്ളതുമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് നല്ല ഉറപ്പുള്ള, അടച്ചുറപ്പുള്ള നല്ല വീട് അവർക്ക് എല്ലാവർക്കും കൊടുക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ഇത് പറയുമ്പോഴത്തേക്ക് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ തന്നെയാണ്. അത് കാണിക്കാൻ കൂടെയാണ് ഞങ്ങളിവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ പൊട്ടിപ്പൊളിഞ്ഞ വീടുകൾ നേരെയാക്കണം എന്നുള്ളതാണ്. പക്ഷെ ഞാനിത് കണ്ടപ്പോൾ വളരെ ആശ്ചര്യമാണ് തോന്നിയത്. കാരണം ഇത്തരം സ്ഥാനാർത്ഥി 2 തവണ ജനപ്രതിനിധിയായിരുന്നു. അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു. ഒരു ജനപ്രതിനിധി സംബന്ധിച്ചോളം ഇങ്ങനല്ല വീടിരിക്കേണ്ടത് ഞങ്ങൾക്കും അറിയാം. സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ കാണുന്നത്. സത്യസന്ധം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എന്റെ വീട്. എന്റെ അമ്മ ഈ വീട്ടിലുണ്ട്. ഞാൻ ഇവിടെ തന്നെയാണ് താമസം. കുടുംബമുണ്ട്. കുടുംബത്തിന്റെ വീട്ടിലാണ്. കാരണം ഇവിടെ സ്ഥലമില്ല, കിടക്കാനുള്ള സ്ഥലമില്ല. ഓക്കെ. എന്റെ അമ്മ ഓക്സിജനൊക്കെ സ്വീകരിച്ചാണ് കിടക്കുന്നത്. കാരണം അങ്ങനെയുള്ള ചികിത്സ നടത്തുന്ന ഒരാളും കൂടിയാണ്. എന്തായാലും താങ്കളോടൊപ്പം ഇത്രയും ചെറുപ്പക്കാരും നാട്ടുകാരും ഞങ്ങൾ കണ്ടു. സന്തോഷം. ഇന്ന് എണ്ണം കുറവാണ്. ഓക്കെ. ഞങ്ങൾ ഇരട്ടി ഉണ്ടായിരുന്നു. വിജയാശംസകൾ. താങ്ക് യു.